ബൈക്ക് കംപ്ലൈൻ്റ് ആയി. ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടാവോ? ജോർജ് അല്ലേ? അതെ. അക്ഷയ്, സോറി, എനിക്ക് മനസ്സിലായില്ല. തടിയൊക്കെ വെച്ച് ആളാക്കി മാറി. ചെറുതായിട്ട്. എന്ത് ചേഞ്ച് ആടോ എനിക്ക് ഒട്ടും മനസ്സിലായില്ല കേട്ടോ, സോറി. താൻ അകത്തേക്ക് വാ, അതൊന്നും കുഴപ്പമില്ല. താൻ വാടോ, ഇരിക്കേ. ഞാൻ പോയി സ്ക്രൂ ഡ്രൈവർ എടുക്കാം. താനിരിക്കി, പിന്നെ മതി. ആരെയോ കാണാൻ ഇറങ്ങിയതാണോ? ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ ഇറങ്ങിയതാ. അപ്പോഴാണ് ഇവിടെ വെച്ച്. തൻ്റെ വീഡിയോസും റീൽസും ഒക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. വി വോക്കൽസ് ബാൻഡിലല്ലേ ഇപ്പോൾ? അതെ. താനിപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാ? GST. ഓ ഗ്രേറ്റ്. അപ്പോൾ കല്യാണം ഇല്ല, നോക്കുന്നില്ല? കുറച്ച് കഴിഞ്ഞ് നോക്കണം. ഇവിടെ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് 2 വർഷം ആകുന്നതേ ഉള്ളൂ. നാട്ടിലോട്ട് വല്ല ട്രാൻസ്ഫർ കിട്ടുമോ എന്ന് നോക്കണം. ഇവിടെ ഈ വാടക വീട്ടിൽ ഒറ്റയ്ക്ക് മടുപ്പാടോ. അത് ശരിയാ. തൻ്റെ പണ്ടത്തെ നിത്യയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു അല്ലേ? ഓ കഴിഞ്ഞ്. എന്നെയും വിളിച്ച്. അതോടെ എല്ലാം വിട്ടോ? അങ്ങനെ ചോദിച്ചാൽ സിൻസിയറായിട്ട് ഒരാളെ ഇഷ്ടപ്പെട്ടിരുന്നു, 1 വേ. പക്ഷേ അവൾക്ക് വേറൊരാളായിരുന്നു ഇഷ്ടം. അതൊക്കെ പോട്ടെ. തൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? സംഗീതം മാത്രമേ ഉള്ളോ? ഏയ്, എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഒരാളുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പുള്ളിക്കാരിയെ കാണാൻ പോകുന്ന വഴിയാ. എന്നിട്ടാണോ? വേഗം ഇറങ്ങാൻ നോക്ക്. അവസാനം വെയിറ്റ് ചെയ്ത് പരാതി പറയും. അത് സാരമില്ല, അവളെന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നെ എനിക്ക് ചെറുപ്പം മുതലേ അവളെ അറിയാം. അവളുടെ സ്കൂളിംഗ് ടൈമിൽ തന്നെ അവളെ അച്ഛനും അമ്മയും സൂയിസൈഡ് ചെയ്തു. പിന്നെ ഒരു സ്പോൺസറിൻ്റെ ഹെൽപ്പിലാണ് അവൾ പഠിച്ചത്. ഇപ്പോൾ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുക. ഓക്കെ, നിങ്ങളപ്പോൾ എങ്ങനെ? പണ്ട് മുതലേ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. നേരിക്കണ്ട, ചിരിക്കത്തൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് ഒരു ലുക്ക് തന്നിട്ട് അങ്ങ് പോകും. സോ പെട്ടെന്നെങ്ങനെ ഞാനൊരു ഇഷ്ടം പറഞ്ഞു. പുള്ളിക്കാരി എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ പറയാനും പോയില്ല. പിന്നെ ഫോൺ മെസ്സേജ് വഴി ട്രൈ ചെയ്തു. അതിന് ഞാൻ എൻ്റെ പെങ്ങളുടെ പേരിൽ ഒരു സിം എടുത്തു. എന്നിട്ട് ഞാൻ അതിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചു തുടങ്ങി. പുള്ളിക്കാരി റിപ്ലൈ തന്നില്ലല്ലേ? എങ്കിലും എന്ത് തന്നേനെ. റിപ്ലൈ ഒക്കെ തന്നു. നല്ല തെറി. ഈ തെറിയുടെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ ആമ്പിളരൊന്നും ഒന്നും അല്ലാതാകും ബ്രോ. നല്ല ക്യൂട്ട് റൊമാൻറ്റിക് ലവ് സ്റ്റോറി കേൾക്കുന്ന പോലെ ഉണ്ട്. ലവ് സ്റ്റോറിയൊക്കെ വരാറായി ബ്രോ. അങ്ങനെ കുറേ നാൾ ഞാൻ മെസ്സേജ് ചെയ്തുകൊണ്ടേയിരുന്നു. ആദ്യമൊക്കെ ഫ്ലേർട്ട് ചെയ്ത് പിന്നെ ഞാൻ ഭയങ്കര ജെന്യുവനായി. അത് മനസ്സിലാക്കിയാവണം അവളും എനിക്ക് റിപ്ലൈ തരാൻ തുടങ്ങി. പക്ഷേ എൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ എനിക്ക് ഒട്ടും ധൈര്യമില്ലായിരുന്നു. താൻ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ ആ കുട്ടി തൻ്റെ മെസ്സേജിന് റിപ്ലൈ തന്നോ? അതെ. ഈ ചോദ്യം പിന്നീട് ഒരിക്കൽ ഞാൻ അവളോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരുമില്ലാത്ത കുട്ടിയെന്ന് കുറേ കേട്ടു. അറിയുന്നവർക്കെല്ലാം എന്നോട് സഹതാപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആരോടും അങ്ങനെ അടുത്ത് പെരുമാറിയിരുന്നില്ല. അതുപോലെ പിന്നീട് ഞാൻ ആഗ്രഹിച്ച സമയത്ത് ആരും എന്നോട് സംസാരിച്ചതുമില്ല. അപ്പോളായിരുന്നല്ലേ തൻ്റെ എൻട്രി? അതെ. ഇതുവരെയായിട്ടും പുള്ളിക്കാരിയോട് തന്നെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലേ? ഞങ്ങളൊരു നാട്ടുകാരാണെന്നും കണ്ടാലൊക്കെ അറിയാമെന്നും ആദ്യമായിട്ടാണ് നേരിട്ട് കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. ഒരു മിനിറ്റ്. ഹലോ സാർ. ഓക്കെ സാർ. അപ്പോൾ നാളെ വരാം. ഓക്കെ. അതെ, നാളെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ മീറ്റിംഗ് ഇന്ന് ഇവിടെ വെച്ച് നടക്കും. ഇവിടെ വെച്ചോ? അതെ, ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് വെറുതെ മീറ്റിംഗ് അല്ല, എ പ്രാങ്ക് മീറ്റിംഗ്. താൻ എന്താണോ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കോളേജിൽ ചെയ്തിരുന്നില്ലേ അതുപോലൊരു പ്രാങ്ക്. ഞാനുമായിട്ടുള്ള ഫസ്റ്റ് മീറ്റിംഗ് അല്ലേ, മറക്കാനാവാത്ത ഒന്ന് തന്നെ ആവട്ടെ. കളിച്ച് ഫസ്റ്റ് മീറ്റിംഗ് ലാസ്റ്റ് മീറ്റിംഗ് ആവാതിരുന്നാൽ മതി. ഒന്നുമില്ല ബ്രോ, താമാ ബ്രോ. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി വരുമ്പോൾ അക്ഷയാണ് ഞാനെന്ന രീതിയിൽ നിൽക്കണം. ഞാൻ കുറച്ച് അപ്പുറത്തോട്ട് മാറി നിൽക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ പുറത്ത് വരുന്നു, പ്രാങ്ക് അവസാനിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ. തനിക്ക് എന്തിൻ്റെ കേടാടോ? സിമ്പിളായിട്ട് കാര്യം തീർക്കണതിന് ഇത്ര അധികം ടെൻഷൻ അടിപ്പിക്കാൻ എന്തിനാണ്? ഞാൻ ഒന്നിനുമില്ല ബ്രോ. ജസ്റ്റ് ഫോർ ഫൺ ബ്രോ. പേടിക്കാൻ ഒന്നുമില്ല, ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഞാൻ തൊട്ട് അപ്പുറത്തുണ്ടല്ലോ. ബ്രോ അവളായിരിക്കും ബ്രോ. ഞാൻ അങ്ങോട്ട് പോവാണേ. ദൈവമേ, ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നത് എന്തോ. അക്ഷയ്, താൻ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ കമ്മിറ്റഡ് ആണ്. ഓക്കെ? ഇത് തൻ്റെ വീടാണോ? താൻ വരൂ, നമുക്ക് അകത്തിന് സംസാരിക്കാം. പ്ലീസ്. തായിരിക്കേ.
താനായിരുന്നല്ലേ? അത് ഞാൻ വെറുതെ. ഒരേ സമയം മെസ്സേജ് അയച്ചും പുറകെ നടന്നു. കൊള്ളാം, നന്നായിട്ടുണ്ട്. കല്യാണി പ്ലീസ് പോകരുത്, ഒരു മിനിറ്റ്. അവിടെ ഒരു ചെകിട അടിച്ച് പൊട്ടിച്ച്. അതാണ് ഒരു വെട്ടിപ്പൊട്ടണ ശബ്ദം കേട്ടെ. ഈ കുട്ടിയാണ് ആ കുട്ടി ഞാൻ പറഞ്ഞില്ലേ പ്രപ്പോസ് ചെയ്തെന്ന്. അത് കലക്കി. എന്ത് കലക്കാൻ? താനിങ്ങ് വന്നേ. പ്രാങ്കം വേണ്ട, ഒന്നും വേണ്ട. ശരി, താൻ പൊക്കോ, ഞാൻ വരാം. കല്യാണി, താൻ കാണാൻ ഉദ്ദേശിച്ച ആളെ ഞാനല്ല. അവനിവിടെ ഉണ്ട്. തന്നെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി എന്നെക്കൊണ്ട് നിർബന്ധിച്ച് കെട്ടിച്ച വേഷമാണ് അവൻ. വരുന്നത് താനാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവനെ വിളിക്കാം. ജോർജേ, എടാ ജോർജേ, ഒരു മിനിറ്റ്. ഇവനിതോടെ പോയി. അവൻ എവിടെ പോയി? അവനിവിടെ ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പാണ് തനിക്ക് ലൊക്കേഷൻ അയച്ചത്. കുറച്ചു മുമ്പോ? എനിക്ക് ഇന്നലെ രാത്രിയാണ് ലൊക്കേഷൻ കിട്ടിയത്. എന്താ വിശ്വാസം വരുന്നില്ലേ? പക്ഷെ എനിക്ക് കിട്ടിയതായിരുന്നു. ജോർജ് പറഞ്ഞതൊന്നും കണക്റ്റ് ആവുന്നില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പോവുകയാണ്. കല്യാണി, ഞാൻ കൊണ്ടുവിടാം. വേണ്ട. താൻ വാടോ, ഞാൻ വീട് വരെ വരില്ല. തല്ലിയതിന് സോറി. ആ സമയത്ത് പെട്ടെന്ന്. അത് കുഴപ്പമില്ലടോ. സോറി. താൻ വിഷമിക്കണ്ട. ജോർജിനെ ഞാൻ വിളിച്ച് സംസാരിക്കാം. അവൻ തന്നെ വന്ന് കാണും. കല്യാണി, ജോർജ്.
ഇല്ലടോ, ഇത് ലാസ്റ്റ്. നിനക്കെപ്പോഴും മരിക്കുന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇനി പറയില്ല. പക്ഷെ നീ കേക്ക്. എന്നാ പറയൂ. ഞാൻ പെട്ടെന്ന് മരിച്ചു പോയാലേ പിന്നെ എന്നേക്കാളും ഇഷ്ടമുള്ള ഒരാളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും. എന്നിട്ട് ഞാൻ നിന്നെ വിട്ടു പോകും. പ്രോമിസ്.